തിയേറ്ററുകളിലും സോഷ്യൽ മീഡിയയിലും ഒരേ സമയം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചുകൊണ്ടാണ് ദിലീപ് നായകനായി എത്തിയ ബബ്ബബ്ബ റിലീസ് ചെയ്തത്. നടി ആക്രമിക്കപ്പെട്ട കേസിലെ കോടതി വിധിക്ക് പിന്നാലെ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ബഹിഷ്കരണ ആഹ്വാനങ്ങളും ശക്തമായിരുന്ന സാഹചര്യത്തിലാണ് ചിത്രം പ്രദർശനത്തിനെത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ സിനിമ റിലീസിനേക്കാൾ ഏറെ സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രാധാന്യമാണ് ഈ ചിത്രത്തിന് ലഭിച്ചത്. ഒരു വശത്ത് അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ലെന്ന ആരോപണവുമായി സിനിമ ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ രംഗത്തെത്തിയപ്പോൾ മറുവശത്ത് കോടതി കുറ്റവിമുക്തനാക്കിയ നടനെ വീണ്ടും വേട്ടയാടുന്നത് ശരിയല്ല എന്ന നിലപാടുമായി ദിലീപ് അനുകൂലികളും രംഗത്തെത്തി. ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ബബ്ബബ്ബ എന്ന ചിത്രത്തിന്റെ പൂർണ്ണരൂപം ഭയം, ഭക്തി, ബഹുമാനം എന്നതാണ്. ഫാഹിം സഫറും നൂറിൻ ഷെരീഫും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച ചിത്രത്തിൽ ദിലീപിനൊപ്പം വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ബാലു വർഗീസ്, ബൈജു സന്തോഷ്, സിദ്ധാർത്ഥ് ഭരതൻ, ശരണ്യ പൊൻവർണ്ണൻ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു. ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് മോഹൻലാലിന്റെ അതിഥി വേഷം തന്നെയാണ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലും ദിലീപും ഒരേ സ്ക്രീനിൽ ഒന്നിക്കുന്നു എന്ന വസ്തുത തന്നെ ചിത്രത്തിന്റെ ഹൈപ്പിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി. മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഗില്ലി ബാബു എന്ന കഥാപാത്രത്തിന്റെ ഇൻട്രോ സീൻ തിയേറ്ററുകളിൽ വലിയ കയ്യടിയാണ് നേടുന്നത്. വിജയ് നായകനായ തമിഴ് ചിത്രം ഗില്ലിയിലേക്കുള്ള റെഫറൻസുകളും വിജയുടെ ചില സ്റ്റൈലുകളും ചേർന്നാണ് ഈ കഥാപാത്രത്തെ മോഹൻലാൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മോഹൻലാൽ ദിലീപ് കോംബോയിലെ രംഗങ്ങളാണ് പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ആയിരിക്കുന്നതെന്നും അഭിപ്രായമുണ്ട്. ഇരുവരും ഒന്നിച്ചെത്തുന്ന ഡാൻസും ആക്ഷൻ സീക്വൻസുകളും ഫാൻസിനായി ഒരുക്കിയ ആഘോഷ രംഗങ്ങളാണെന്ന് ആണ് വിലയിരുത്തൽ. ഇതിനെ അണ്ണൻ തമ്പി അഴിഞ്ഞാട്ടം എന്നാണ് പ്രേക്ഷകർ വിശേഷിപ്പിക്കുന്നത്. ഇന്റർവെൽ ഫൈറ്റ് സീൻ ചിത്രത്തിന് വലിയ ബൂസ്റ്റ് നൽകിയതായും ഗോപി സുന്ദറിന്റെ പശ്ചാത്തല സംഗീതം മാസ് ഫീലിന് ശക്തി നൽകിയതായും അഭിപ്രായമുണ്ട്. അതേസമയം ചിത്രത്തിന് എല്ലായിടത്തും ഒരേപോലെ പോസിറ്റീവ് പ്രതികരണങ്ങളല്ല ലഭിക്കുന്നത്. കഥയ്ക്ക് വലിയ ആഴമില്ലെന്നും നോ ലോജിക് ഓൺലി മാഡ്നസ് എന്ന ടാഗ്ലൈൻ പറയുന്നത് പോലെ സിനിമയുടെ ലോകം പൂർണ്ണമായി സൃഷ്ടിക്കുന്നതിൽ ചിത്രം പൂർണ്ണമായി വിജയിച്ചിട്ടില്ലെന്നും വിമർശനങ്ങളുണ്ട്. വിവാദങ്ങൾ നിലനിൽക്കുന്നതിനിടയിലും ബോക്സ് ഓഫീസിൽ ചിത്രം ശക്തമായ തുടക്കമാണ് കുറിച്ചത്. റിലീസിന് മുമ്പേ തന്നെ 1 കോടിയിലധികം രൂപ പ്രീസെയിലൂടെ ചിത്രം നേടിയതായാണ് റിപ്പോർട്ടുകൾ. ശക്തമായ പ്രതിഷേധങ്ങൾക്കിടയിലും ചിത്രം കാണാൻ വലിയൊരു വിഭാഗം പ്രേക്ഷകർ എത്തുന്നുണ്ട്. ക്രിസ്മസ് സീസണിലെ ആദ്യ പ്രധാന റിലീസ് എന്ന നിലയിലും ബബ്ബബ്ബയ്ക്ക് അനുകൂല സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഫാൻ ഷോകളിലെ ആവേശം മാത്രം ഒരു സിനിമയുടെ ദീർഘകാല വിജയത്തിലേക്ക് എത്തുമോ എന്നതാണ് യഥാർത്ഥ ചോദ്യം. സാധാരണ പ്രേക്ഷകർ ചിത്രം സ്വീകരിക്കുമോ? വിവാദങ്ങൾക്കപ്പുറം സിനിമ ഒരു എന്റർടൈൻമെന്റായി കാണുമോ എന്നതാണ് ഇനി നിർണായകം. കാണാൻ തീരുമാനിച്ചവർ കാണട്ടെ, കാണുന്നില്ലെന്ന് തീരുമാനിച്ചവർ കാണേണ്ടതില്ല എന്ന സോഷ്യൽ മീഡിയ കമന്റിൽ പറയുന്ന പോലെ ഈ സിനിമയുടെ വിധി അവസാനമായി എഴുതുക പ്രേക്ഷകർ തന്നെയായിരിക്കും. വിവാദങ്ങൾക്കിടയിലും ബബ്ബബ്ബ ബോക്സ് ഓഫീസിൽ എന്ത് ചരിത്രം കുറിക്കും എന്നത് അടുത്ത ദിവസങ്ങളിൽ വ്യക്തമാകും. സായ് ന്യൂസ്, തിരുവനന്തപുരം.